സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മീൻ സാമ്പാർ ഉണ്ടാക്കാം. ഇങ്ങനെ ഒന്ന് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ സ്വാദാണ്. ഏത് മീനെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തത് മുള്ളില്ലാത്ത 350 ഗ്രാം മീനാണ്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ: 1 ടേബിൾ സ്പൂൺ പരിപ്പ്, ഇനി ഈ പ്ലേറ്റിൽ കാണിച്ച സാധനങ്ങളാണ് ഇത്. മൂന്ന് 4 തണ്ട് കറിവേപ്പില, 2 നുള്ളി ഉലുവ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ സാമ്പാർ പൊടി. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. പിന്നെ വേണ്ടത് 2 തക്കാളിയും 1 പകുതി സവാളയും കൂടി അരച്ച് വയ്ക്കണം. പുളി നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 3 തക്കാളി എടുക്കാം. പരിപ്പ് കഴുകി കുക്കറിലിട്ട് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. മൂന്ന് 4 ആവി വരുന്നത് വരെ വേവിക്കണം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും വേണം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത്. ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 നുള്ളി കടുക് ഇട്ടുകൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ച ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വന്നാൽ ഈ തക്കാളിയും സവോളയും കൂടി അരച്ചത് കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി കുറുകി വരുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളും ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം.
അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വേവിച്ചെടുക്കാം. ഇനി മൂടി തുറന്ന് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ബ്രെഡിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടിക്കഴിക്കാം. മുള്ളില്ലാത്ത മീനെടുത്താൽ കുട്ടികൾക്ക് പേടിയില്ലാതെ കൊടുക്കാം. ഇനി മൂടി തുറന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. കറിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കി വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ തുറന്നു നോക്കി ചെറുതായി ഇളക്കി കൊടുക്കണം. മീൻ പൊട്ടാതെ നോക്കണം. കറി ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.